ചെന്നൈ വിമാനത്താവളത്തിൽ റൺവേയിലേക്ക് എത്തുകയാണ് ഒരു കൂറ്റൻ ബലൂൺ. ഇതെങ്ങനെ ഈ റൺവേയിലേക്ക് വന്നു എന്നത് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഭാഗമായിട്ട് സ്ഥാപിച്ചിരുന്ന ബലൂണാണ് വിമാനത്താവളത്തിൽ വന്ന് വീണത്. വിനയ്, ഇതെങ്ങനെ സംഭവിച്ചു? ഒരു സ്റ്റേഡിയത്തിൽ കെട്ടിയിരുന്ന ബലൂണല്ലേ, അതെങ്ങനെ ഇവിടെ വന്നു? അപ്പോൾ അത്രയും ഒരു സുരക്ഷയൊന്നും നോക്കാതെയായിരുന്നു ഇത്? ദിവിഷ്, ഞാൻ പറയേണ്ടത് ഇതിൻ്റെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ തലേദിവസം, അതായത് പ്രധാനമന്ത്രി ഈ ഗെയിംസ് ഉദ്ഘാടനം ചെയ്യുന്ന തലേദിവസം ഞാൻ ഈ സ്റ്റേഡിയത്തിൽ പോയിരുന്നു. അന്ന് അറിയാതാണെങ്കിലും ഞാൻ ക്യാമറയിൽ പകർത്തിയപ്പോൾ ഈ ബലൂണിൻ്റെ ദൃശ്യം പകർത്തിയിരുന്നു. അന്ന് അറിയില്ല നമുക്കിത് ഇങ്ങനെ ഒരു ചതിയായി മാറുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസമാണ് ഈ ബലൂൺ ഈ ചെന്നൈ സെൻട്രലിലുള്ള ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് ഈ ബലൂൺ കെട്ടിയിരുന്നത്. അതാണ് പ്രധാന വേദി ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ. അവിടെ നിന്നാണ് ഈ ബലൂൺ കെട്ടുപൊട്ടി. ഒരു ബലൂൺ കെട്ടുപൊട്ടാൻ സാധാരണ ഒരു ബലൂൺ കെട്ടുപൊട്ടുന്ന പോലെയല്ല, അത്രയും ഉറപ്പിച്ചിരിക്കുന്ന ഇരുമ്പ് കമ്പികളെ കൊണ്ടൊക്കെ ഉറപ്പിച്ച അത്രയും വലിയൊരു ഹൈഡ്രജൻ ബലൂൺ ആയിരുന്നു. അത് അവിടുന്ന് എങ്ങനെയോ പൊട്ടി പറന്ന് ഏകദേശം 24 കിലോമീറ്ററോളം സഞ്ചരിച്ച് ചെന്നൈ വിമാനത്താവളം, അത് കുറേ ദൂരമാണ്, അവിടേക്ക് വന്ന് അതിലെ വിമാനത്താവളത്തിൻ്റെ 2ാം റൺവേയുടെ സമീപത്തായി വന്ന് വീഴുകയാണ്. ആ സമയത്ത് ആ റൺവേയിൽ ലാൻഡിങ്ങും മറ്റു കാര്യങ്ങളോ ടേക്ക് ഓഫോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വലിയ ഭാഗ്യം. മാത്രമല്ല ഈ സമയത്ത് ഈ വാച്ച് ടവറിലെ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ സുരക്ഷയിൽ ഉണ്ടായിരുന്ന CISF ഉദ്യോഗസ്ഥരോ ഈ ബലൂൺ വരുന്നതോ ദൂരെ നിന്ന് ബലൂൺ വരുന്ന കാര്യം ശ്രദ്ധിച്ചിട്ടേ ഇല്ല. ബലൂൺ വന്ന് വീണ ശേഷം ആണ് ഗ്രൗണ്ട് സ്റ്റാഫ് ഈ വിവരം അവരെ അറിയിക്കുന്നതും തുടർന്ന് CISF ഉദ്യോഗസ്ഥർ എത്തി ബലൂൺ ഉടൻ തന്നെ നീക്കം ചെയ്യുകയും ചെയ്തു. എന്തായാലും എയർപോർട്ടിന്റെ പ്രവർത്തനങ്ങൾ ഇതൊന്നും ബാധിച്ചിട്ടില്ല. പക്ഷേ ഇത്രയും വലിയൊരു സുരക്ഷാ വീഴ്ച എയർപോർട്ടിൽ സംഭവിച്ചു. മാത്രമല്ല ഇതെങ്ങനെയാണ് ഈ സ്റ്റേഡിയത്തിന് മുകളിൽ കെട്ടിരുന്ന ബലൂൺ കെട്ടുപൊട്ടിയതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസും അന്വേഷിക്കുന്നുണ്ട്. എയർപോർട്ടിലെ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് ഇപ്പോൾ CISF അന്വേഷിക്കുന്നുണ്ട്. കൃത്യമായൊരു നടപടി ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നതിലും ചെന്നൈ വിമാനത്താവളത്തിൽ വലിയൊരു അപകടം ഒഴിവായി എന്ന് വേണം തന്നെ പറയാനുള്ളത്. ശരിയാണ്. വിമാനത്താവളം എന്ന് വെച്ചാൽ ഏറ്റവും സുരക്ഷിതമായ മേഖല എന്ന് കണക്കാക്കുന്ന സ്ഥലമാണ്. അവിടെ അത് പെട്ടെന്ന് തന്നെ മാറ്റാൻ കഴിഞ്ഞൊക്കെ ഭാഗ്യമായി, അല്ലെങ്കിൽ വലിയ അപകടങ്ങളിലേക്ക് പോയേനെ. ശരി വിനയ്, ഇനി കാരണം കണ്ടുപിടിക്കട്ടെ എങ്ങനെ സംഭവിച്ചോ.